ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈദ് മുബാറക്. വലിയ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാണ്, ബലി പെരുന്നാൾ. അപ്പം വാപ്പായും മോനും ഡ്രസ്സൊക്കെ റെഡി ഇടുന്നുണ്ട്. നമ്മൾ കാസർഗോഡ് നോർമലായിട്ട് പൊരിച്ച, അതായത് ഇൻസ്റ്റൻറ്റ്, പിന്നെ മുന്നേ പൊരിച്ച വെക്കല്ല, ഇത് പഴംപൊരി, നെയ്പ്പത്തിരി, ഈത്തപ്പഴം പൊരി, ചക്കപ്പൊരി, മാങ്ങപ്പൊരി, അങ്ങനത്തെ പൊരികളാണ് നമ്മൾ പെരുന്നാളിന് രാവിലെ. പിന്നെ ഇത് തലേന്ന് വൈകിട്ടത്തെയാണ്. സിസ്റ്ററിൻ്റെ മോൾക്ക് ചെറിയ കുട്ടിയാണ്, അപ്പം ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം സിസ്റ്ററിൻ്റെ മൂത്ത മോൾ പറഞ്ഞു എനിക്ക് സിമ്പിൾ ഡിസൈൻ മതിയെന്ന്. അപ്പം ഞാൻ സിമ്പിൾ ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നീ വെച്ച് തന്നെയാ ഇനിയിപ്പോൾ രാവിലത്തെ കാര്യങ്ങളാണിത്. ഇത് വൈകിട്ട് തന്നെ ചിക്കൻ ഞാൻ ചില്ലി ചിക്കൻ ആക്കാനാണ്. അപ്പോൾ അത് കോൺഫ്ലവറൊക്കെ ഇട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇച്ചിരി ഒരു മയം വന്ന പോലെ. ഇന്നലെ നല്ല ക്രിസ്പി ആയിരുന്നു. ഇന്ന് ഇച്ചിരി ഒരു ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് എല്ലാം കൂടി രാവിലെ പറ്റൂല. പിന്നെ ഇവിടെ സിസ്റ്റർ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉമ്മയും ഞാനേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അപ്പം അതും ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ വൈകിട്ട് തന്നെ എല്ലാം ഞങ്ങൾ രണ്ടും കൂടി എല്ലാം ഉണ്ടാക്കി വെച്ചു. ചിക്കൻ ഇത് കഴുകുന്നതാണ്. ചില്ലി പീസ് തന്നെ അരിഞ്ഞ് മേടിച്ചിരുന്നു, അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാം. ചിക്കനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് പുരട്ടി വെക്കാൻ വേണ്ടി ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടി ഇതൊക്കെ കോൺഫ്ലവർ പൊടികളൊക്കെ ചേർത്തൊന്ന് പുരട്ടാൻ തുടങ്ങും. ചില്ലി ആക്കുമ്പോൾ എന്തായാലും കോൺഫ്ലവർ വേണം, പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി മുളക് പൊടി. ഞങ്ങൾ കളറ് വാങ്ങിയില്ല, പിള്ളേർ എല്ലാവരും കൂട്ടുന്നതല്ല, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇതൊക്കെ നല്ലപോലെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു ഒന്ന് പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞാണ് പൊരിച്ചെടുക്കുന്നത്. കോൺഫ്ലവറും ഇച്ചിരി മൈദയും പിന്നെ ഇച്ചിരി തൈര്, ഒരു കോഴിമുട്ട, ഇതൊക്കെ ചേർത്ത് കുഴക്കുന്നുണ്ട്. നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല പിടിക്കണം, അതിന് വേണ്ടി നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. കോൺഫ്ലവർ പിന്നെയും ഇടുന്നുണ്ട്, അതിന് കോട്ടിങ് വേണമല്ലോ ആവശ്യത്തിന്, അതിന് വേണ്ടി. ബീഫ് പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസമാണ്. ബീഫ് കുക്കറിൽ മുളക് പൊടി, മല്ലിപ്പൊടി ചൂടാക്കി ആവശ്യത്തിന് ഉപ്പ്, 2 സവാളയൊക്കെ ചേർത്ത് ഒരു 1.5 കിലോ ഇറച്ചിയുണ്ട്, എല്ലൊക്കെ ഉള്ളത്. അതൊന്ന് കുക്കറിൽ 5-8 വിസിലിന് വേവിച്ച് പിന്നെ ഉരുളിയിലോട്ട് മാറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തു. ഇത് ചില്ലി ചിക്കൻ്റെ നമ്മൾ പുരട്ടി വെച്ചത് നമ്മൾ പൊരിക്കാൻ എടുത്തതാണ്. രാവിലെ പിന്നെ നെയ്പ്പത്തിരി ഞങ്ങൾ നിർബന്ധമാണ് ഇവിടെ. നെയ്പ്പത്തിരിയും ഇറച്ചിക്കറിയും പഴംപൊരി, പൊരികൾ. പിന്നെ കാസർഗോഡ് അങ്ങോട്ടുള്ള ഭാഗത്ത് അവർ മുന്നേ ചുടുന്ന അപ്പങ്ങൾ, അതായത് പൊരി, പിന്നെ കടലാച്ചി, അങ്ങനെ കുഴലപ്പം, പപ്പട വട, അങ്ങനത്തെ ഐറ്റംസ് നേരത്തെ ഉണ്ടാക്കി വെക്കും. ഞങ്ങളിത് പഴംപൊരി, ഈത്തപ്പഴംപൊരി, പിന്നെ ചിലപ്പോൾ ഉണ്ണിയപ്പം, പിന്നെ നെയ്പ്പത്തിരി, ഇത് നിർബന്ധമാണ്, എല്ലാ പെരുന്നാളിനും ഉണ്ടാക്കും.
ചെറിയ പെരുന്നാളിനാണെങ്കിലും വലിയ പെരുന്നാളിനാണെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഇത് ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വെജിറ്റബിൾ റൈസ്, പുലാവ് കണക്കെ. അത് നമ്മളൊരു പിന്നെ അരി കൂടുതലായിപ്പോയി, ഒരു 2 കിലോ കണക്കിലാണ്, എല്ലാ 1/4 കിലോ വെച്ചാണ് പച്ചക്കറി എടുത്തത്. പക്ഷെ പച്ചക്കറി കുറച്ചുകൂടി വേണമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ല പോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ ചില്ലിക്കുള്ള ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്, പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് റൈസിനുള്ള പച്ചക്കറി, പിന്നെ ചില്ലിക്കുള്ള എല്ലാം അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചില്ലിക്ക് നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, ചതക്കണ്ട അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം കോഴി പൊരിച്ച ഓയിലിലോട്ട് തന്നെ ഇതിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു. പച്ചമുളക് ഒന്ന് വാടിയതിന് ശേഷം പിന്നെ സവാള അധികം നേർപ്പിക്കണ്ട, ഇച്ചിരി ഒരു വലിയ, നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില്ലി ഇച്ചിരി വലിയ പീസല്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വെച്ചത്. അപ്പം അതിലോട്ട് മുളക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, അങ്ങനെ സോസുകൾ ചേർത്ത് കൊടുത്തു. സോസുകൾ ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.